യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാമെല്ലാം ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് നീതി ലഭിക്കുന്നില്ല, നീതി കിട്ടുന്നില്ല. എങ്ങും നിന്നും നീതി കിട്ടേണ്ടത് മനുഷ്യരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീതിമാനായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഒരു മനുഷ്യരും നമ്മളൊക്കെ പറയും അയാൾ നീതിമാനാണ്, ഈ വ്യക്തി ഇല്ല. നീതി യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം നീതിയുടെ അഭിഷേകമുണ്ട്. ഒരു പൂർണ്ണ നീതി ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മനുഷ്യന് കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ചിലരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കും. അത് ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകത്തോടു കൂടെയുള്ള മനുഷ്യർക്കെല്ലാം നീതി ലഭിക്കും. എന്നാൽ മത്തായി സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുന്ന 6:36 പറയാണ്, 6:33 പറയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, നിങ്ങൾക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും, നിങ്ങൾ ദൈവത്തോട് ചേരുമ്പോൾ നിങ്ങൾക്ക് നീതിയും സമാധാനവും സന്തോഷവും എല്ലാം തരുന്ന ഒരു ദൈവമാണ്, അതാണ് യേശുക്രിസ്തു. അപ്പോൾ അവിടുന്ന് നീതിയും സമാധാനവും നമുക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ആ ദൈവത്തോട് ചേരുമ്പോൾ നമുക്ക് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും നൽകി നമ്മളെ അനുഗ്രഹിക്കും. ആ നീതിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നീതിയല്ല, സ്വർഗത്തിലെ നീതി നമ്മളിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ നീതി നമ്മളെ സ്വർഗീയ നീതിയാൽ നമ്മളെ നയിച്ച് വേണ്ടതെല്ലാം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.